ഫ്രണ്ട്സ്, നാഷണൽ അക്കാഡമിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ NIOS +2 കെമിസ്ട്രിയിലെ 10ാമത്തെ ചാപ്റ്ററാണ്. ദാറ്റ് ഈസ് ദ സ്പോണ്ടേനിറ്റി ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. നമ്മുടെ 9th ചാപ്റ്ററിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഈ ചാപ്റ്റർ, അല്ലേ? ഇവിടെ നമ്മൾ തുടങ്ങാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് നമ്മുടെ 2 ലോസ് ആണ്, തെർമോഡൈനാമിക്സിന്റെ 2 ലോസ് വെച്ചിട്ടാണ്. ദാറ്റ് ഈസ് ദ സെക്കൻഡ് ആൻഡ് തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. പക്ഷെ ആ ലോസ് പറയുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണത്? നമ്മളൊരു പ്രോസസ്സ്, നമുക്കറിയാം ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന്, അല്ലേ? അപ്പോൾ ഒരു പ്രോസസ്സിനകത്ത് നടക്കുന്നത് എന്തിന്റെ ബേസിസിലാണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ പ്രോസസ്സ് നടക്കുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ട് പ്രോസസ്സിനെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ സ്പോണ്ടേനിയസ് പ്രോസസ് ആൻഡ് നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്. സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോസസ്സ് നടക്കുന്നത് സ്വന്തമായിട്ട്, അതായത് യാതൊരു എക്സ്റ്റേണൽ ഏജൻസിയുടെ ഹെൽപ്പ് ഇല്ലാതെ അതിന്റെ ഓൺ റിസ്കോട് കൂടി, അല്ലെങ്കിൽ അത് സ്വന്തമായിട്ട് നടത്തുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സ്പോണ്ടേനിയസ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അതായത് ഔട്ട്സൈഡിൽ നിന്ന് യാതൊരു ആക്ഷൻസും എടുക്കാതെ, അല്ലെങ്കിൽ യാതൊരു എക്സ്റ്റേണൽ ഏജൻസിയുടെ ഹെൽപ്പും ഇല്ലാതെ നമ്മൾ നടക്കുന്ന ഒരു പ്രോസസ്സിനെ നമ്മൾ സ്പോണ്ടേനിയസ് പ്രോസസ്സ് എന്നാണ് പറയുന്നത്. എന്നാൽ നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്റ്റേണൽ ഏജന്റിന്റെ ഹെൽപ്പോട് കൂടി നടക്കുന്ന, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആക്ഷന്റെ ഹെൽപ്പോട് കൂടി നടക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു പ്രോസസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ് എൻട്രോപ്പി എന്ന് പറയുന്നത്. എൻട്രോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് റാൻഡംനെസ് ഓഫ് എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിന്റെ ഡിസോർഡർ അല്ലെങ്കിൽ അതിന്റെ റാൻഡംനെസ്സിനെ മെഷർ ചെയ്യുന്ന ആ ഒരു ക്വാണ്ടിറ്റിനെയാണ് നമ്മൾ എൻട്രോപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 ബേസിക്സിനെ, അല്ലെങ്കിൽ ഈ 2 ടേമിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ തേർഡ് ലോയും സെക്കൻഡ് ലോയും ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സെക്കൻഡ് ലോ എന്താ പറയുന്നത്? സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഈസ് സ്റ്റേറ്റ് ദാറ്റ് all spontaneous or natural process produce an increasing entropy of the universe. അതായത് നമ്മുടെ യൂണിവേഴ്സിൽ നടക്കുന്ന എല്ലാ സ്പോണ്ടേനിയസ് പ്രോസസ്സുകൾ അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് റിയാക്ഷൻസും എന്താണ്, നമ്മുടെ യൂണിവേഴ്സിന്റെ എൻട്രോപ്പിയെ ഇൻക്രീസ് ചെയ്യുന്നുണ്ടെന്നാണ് നമ്മുടെ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്. തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് എന്താണ്? ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് ദ എൻട്രോപ്പി ഓഫ് എ പ്യൂർ ആൻഡ് പെർഫെക്റ്റ്ലി ക്രിസ്റ്റലൈൻ സോളിഡ് അറ്റ് എ അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ ഈസ് സീറോ. അതായത് അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചറിലുള്ള ഒരു പെർഫെക്റ്റ്ലി ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ എൻട്രോപ്പി എന്തായിരിക്കും? സീറോ ആയിരിക്കും. ഇതാണ് നമ്മുടെ തേർഡ് ലോ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ദ ഗിബ്സ് എനർജി. നമ്മൾ എന്താൽബി പറഞ്ഞ പോലെ തന്നെ ഇസ് എ ടൈപ്പ് ഓഫ് എനർജി. ഗിബ്സ് എനർജി നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഇക്വേഷൻ ആണ് G = H - T × S. ഇവിടെ H എന്ന് പറയുന്നത് എന്താൽപി ആണ്, S എന്ന് പറയുന്നത് എൻട്രോപ്പി ആണ്, T എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആണ്. അപ്പോൾ ഗിബ്സ് എനർജിയെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ H ആൻഡ് TS. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഗിബ്സ് എനർജിയെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഇനി ഈ ഗിബ്സ് എനർജിയുടെ വാല്യൂ ബേസ് ചെയ്ത്, അല്ലെങ്കിൽ ചേഞ്ചിങ് ഗിബ്സ് എനർജിയുടെ വാല്യൂ ബേസ് ചെയ്തിട്ട് നമുക്ക് അത് ഏത് ടൈപ്പ് പ്രോസസ് ആണെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇനി ഡെൽറ്റ ജിയുടെ വാല്യൂ <0 അല്ലെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ ആ പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആയിരിക്കും. ഇനി ഡെൽറ്റ ജിയുടെ വാല്യൂ <0 അല്ലെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ ആ പ്രോസസ്സ് നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും. ഇനി ഡെൽറ്റ ജിയുടെ വാല്യൂ 0 ആണെങ്കിൽ ആ പ്രോസസ്സ് ഇക്വിലിബ്രിയം പ്രോസസ് ആയിരിക്കും. ഓക്കെ, ഇക്വിലിബ്രിയം പ്രോസസ് ആയിരിക്കും. അപ്പം ഇങ്ങനെ ഡെൽറ്റ ജിയുടെ വാല്യൂ ബേസ് ചെയ്തിട്ട് നമുക്ക് ഏത് ടൈപ്പ് ഓഫ് പ്രോസസ് ആണ് നടക്കുന്നത് എന്നുള്ളത് പറയാൻ പറ്റും. ഇനി സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലെ റിയാക്ടന്റുകൾ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലെ പ്രൊഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന ഗിബ്സ് എനർജി ചേഞ്ചിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി ചേഞ്ച് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി ചേഞ്ചിനെ നമ്മൾ സിംബലൈസ് ചെയ്യുന്ന സിമ്പിൾ എന്ന് പറയുന്നത് ΔRG0 ആണ്. ഓക്കെ, ഇത്രയാണ് നമ്മളെ സ്പോണ്ടേനിറ്റി ഇൻ കെമിക്കൽ റിയാക്ഷനിൽ മെയിൻലി വരുന്ന ടോപ്പിക്കുകൾ. വളരെ ഷോർട്ട് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണിത്. ഇതിൽ ഇനി ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 2 or 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ന്യൂമറിക്കൽസ് നമ്മളോട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് അതുപോലെയുള്ള ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ദ എൻതാൽപി ചേഞ്ച് for the transition of a liquid water to steam at 373 Kelvin is 14.8 kilojoule per mole. Calculate the entropy change for the process. അതായത് എൻതാൽപി ചേഞ്ച് തന്നിട്ടുണ്ട് ഒരു പ്രോസസ്സ് നടക്കാൻ വേണ്ട, അതായത് ലിക്വിഡ് വാട്ടർ സ്റ്റീമായിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്തുള്ള എൻതാൽപി ചേഞ്ച് തന്നിട്ടുണ്ട്. നമ്മളോട് എൻട്രോപ്പി ചേഞ്ച് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം H2O ലിക്വിഡ് H2O ഗ്യാസ് ആയിട്ട് മാറുകയാണ്, അത് വാട്ടർ സ്റ്റീം ആയിട്ട് മാറുകയാണ്. 373 കെൽവിനിലാണ് നടക്കുന്നത്. അപ്പം എൻതാൽപി ചേഞ്ച് ഓഫ് എൻട്രോപ്പി ചേഞ്ച് ഓഫ് വാപ്പറൈസേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ വാപ്പറൈസേഷൻ H/T ആണ്.
ഇവിടെ ഡെൽറ്റ വാപ്പറൈസേഷൻ എച്ച് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ, 14.8 കിലോ ജൂൾ പെർ മോളാണ് തന്നിട്ടുണ്ട്. അതിന് നമ്മൾ ജൂൾ പെർ മോളിലേക്ക് കൺവേർട്ട് ചെയ്തു, സ്റ്റാൻഡേർഡ് യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തു. കിലോ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇൻറ്റു 10⁻³ വന്നു. ഓക്കെ, ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. അപ്പം ഡെൽറ്റ വാപ്പറൈസേഷൻ ഓഫ് എൻട്രോപ്പി എന്താണ്? 14.8 × 10⁻³ ഡിവൈഡഡ് ബൈ 373, ദാറ്റ് ഈസ് ദ 109 ജൂൾ പെർ കെൽവിൻ മോൾ എന്ന് കിട്ടും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് എന്ന് കണ്ടുപിടിക്കുന്നത് നമ്മുടെ എൻട്രോപ്പി ചേഞ്ച്. നമുക്ക് എൻതാൽപ്പി ചേഞ്ച് തന്നു കഴിഞ്ഞാൽ എൻട്രോപ്പി ചേഞ്ച് കണ്ടുപിടിക്കാൻ ടെമ്പറേച്ചർ വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. പക്ഷേ അവിടെ നമ്മൾ ആദ്യം യൂണിറ്റ് ചെക്ക് ചെയ്തിട്ട് അതിന് സ്റ്റാൻഡേർഡ് യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. ആ ഒരു കാര്യം വിട്ടുപോകാൻ പാടില്ല. ഇനി വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. What is the relationship between standard Gibbs energy change and equilibrium constant of the reaction? ഒരു റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും അതിൻ്റെ സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി ചേഞ്ചും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. റിലേഷൻ എന്താണ്? സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി ചേഞ്ച് ഇസ് ഈക്വൽ ടു -2.303 RT log K ആയിരിക്കും. ഇവിടെ K എന്ന് പറയുന്നതാണ് എന്ത്? നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ വളരെ ഷോർട്ടായിട്ടാണ് നിങ്ങളോട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ നാഷണൽ അക്കാഡമിയുടെ ആപ്പിൽ അവൈലബിൾ ആണ്. സോ ഉടൻ തന്നെ നാഷണൽ അക്കാഡമിയിൽ കോൺടാക്ട് ചെയ്യുക, അഡ്മിഷൻ ഉറപ്പുവരുത്തുക. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.